ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഒരു മോർണിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു സൺഡേ ആണ് ഗൈസ്. ഞാൻ അമ്പലത്തിൽ പോവാണ്. എൻ്റെ ഒരുക്കം പരിപാടികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രത്യേകത ഒന്നുമില്ല. നമുക്ക് സൺഡേ അമ്പലത്തിൽ പോകണമെന്ന് തോന്നി നമ്മൾ പോകുന്നു. അതുപോലെ ഞാനങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി ഗൈസ്. ഇനി നമ്മൾ കമ്മലിടാൻ പോകണം. ഇതിൽ കൺഫ്യൂഷൻ അടിച്ച് ലാസ്റ്റ് ഈ കമ്മലിൽ വന്ന് നിന്നു. ഈ വൈറ്റ് കമ്മലാണ് ഞാൻ ഇടുന്നത്. അങ്ങനെ ഞാൻ കമ്മലിട്ടു, പൊട്ടും തൊട്ടു, കണ്ണു എഴുതി, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അങ്ങനെ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ പോകുന്ന അമ്പലം ഇവിടെ അടുത്തൊരു ഗണപതി അമ്പലമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിലും പോകും. നമ്മളിപ്പോൾ 2 അമ്പലത്തിലാണ് പോകുന്നത്. എന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. മാല. അങ്ങനെ എൻ്റെ മാലയെ ഞാനെടുത്ത് കഴുത്തിലിടാണ് ഗൈസ്. മാലയിട്ടില്ല അമ്മ വഴക്ക് പറയും. അതുകൊണ്ട് മാലയിട്ട് നമുക്കങ്ങനെ അടുത്തതായി മുടി കെട്ടണം. മുടി കെട്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് അമ്പലത്തിൽ പോകാം. അങ്ങനെ മുടിയെല്ലാം കെട്ടിക്കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങാൻ പോവാണ് ഗായ്സ്. ആദ്യമായി ഞാനിങ്ങനെ നടന്ന് ഒരു കടയിലേക്കാണ് പോകുന്നത്. അമ്പലത്തിൽ കൊടുക്കാൻ കുറച്ച് പൂവും പഴവും തേങ്ങയും ഒക്കെ മേടിക്കണമായിരുന്നു. നമ്മളപ്പോൾ അമ്പലത്തിനടുത്ത് തന്നെയുള്ളൊരു കടയിൽ പോയി ഇതൊക്കെ മേടിച്ചു. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് ഗായ്സ്. ഇതാണ് ഞാൻ പറഞ്ഞ ഗണപതിയുടെ അമ്പലം. ഇവിടുത്തെ അമ്പലം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഉള്ളിലിങ്ങനെ ടൈൽസൊക്കെ ഇട്ട് വലിയ സെറ്റപ്പിലാണ്. നമ്മുടെ നാട്ടിലെ കൂട്ട് അങ്ങനെയൊന്നുമില്ല ഗൈസ്. ഇവിടെ വെറൈറ്റിയാണ്. ഇതാണ് ഗണപതിയുടെ അമ്പലം. ഒരുപാട് ആൾക്കാരൊന്നുമില്ല. അപ്പം ഇവിടുത്തെ തിരുമേനിയാണ് പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നപ്പോഴേക്കും അവിടെ പൂജ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ തിരുമേനി മന്ത്രം ചൊല്ലുന്ന കേൾപ്പിച്ചു തരാം ഗൈസ്. ഒന്നും മനസ്സിലാവുന്നില്ല, എന്നാലും നമുക്ക് കേൾക്കാം. അങ്ങനെ അമ്പലത്തിൽ പ്രാർത്ഥിച്ച് ചന്ദനമൊക്കെ തൊട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. നമുക്കിനി അടുത്ത അമ്പലത്തിലേക്ക് പോകാം. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ പൂവൊക്കെ നിൽക്കുന്ന സമയമാണ് ഗൈസ്. കണ്ടോ, റോസ് കളറിലെ ഫ്ലവർ. അങ്ങനെ വയലറ്റ് ഉണ്ട്, റോസ് ഉണ്ട്. അങ്ങനെ അതൊക്കെ നോക്കി നമ്മൾ 2ാമത്തെ അമ്പലത്തിലേക്ക് പോവാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മഹാവിഷ്ണുവിൻ്റെ അമ്പലം. ഇത് മറ്റേ അമ്പലത്തിനെക്കാട്ടിലും ഭയങ്കര വലിയ അമ്പലമാണ്. ഇവിടെ നല്ല വൈബാണ്. ഞങ്ങൾ വന്നപ്പോൾ അവിടെ വലിയ പൂജകളൊക്കെ നടക്കുമായിരുന്നു. ഒരുപാട് പ്രസാദങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നു ഗൈസ്. അടിപൊളി വൈബാണ് ഇവിടുത്തെ അമ്പലമൊക്കെ. ഒരുപാട് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും ഞാൻ പറഞ്ഞ പോലെ ടൈലൊക്കെ ഇട്ട് വെറൈറ്റി ഒരു അമ്പലമാണ്. ഇത് നമുക്ക് ഇവിടുന്ന് തന്ന പ്രസാദമാണ്. ഒരു പൂവും തന്നിട്ടുണ്ട്. ഗൈസ്, നമുക്കിത് ഈ അമ്പലത്തിൽ നിന്ന് പ്രസാദമാണ് ഗൈസ്. നല്ല പുളിയുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് ഇവിടെ ഒരു മരമുണ്ട്. നമ്മൾ റീൽസിലൊക്കെ കാണില്ലേ, ആ റോസ് കളറിലെ പൂവാണിത്. നമ്മളിപ്പോൾ വന്ന അമ്പലം അതാണ്. അവിടെയാണ് നമ്മൾ ഇപ്പോൾ പോയ അമ്പലം. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഒരു വീടിൻ്റെ മതിലിൽ ഒരു ഗണപതിയെ കല്ലിലുണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ കണ്ടു. നമുക്ക് മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ നിന്ന് തന്ന കവറിലുള്ള പ്രസാദമാണ്. ഒരു 2-3-4 പഴം ഉണ്ടായിരുന്നു, കുറച്ച് പൂവുണ്ടായിരുന്നു, പിന്നെ ഒരു തേങ്ങയും. ഇത്രയാണ് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു തന്ന പ്രസാദം. പിന്നെ കുറച്ച് തുളസി പോലത്തെ എന്തോ ഒരു ഇല ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഗാന്ധി പാർക്കിൽ വന്നു. തിരിച്ച് പോകുന്ന വഴിക്ക് കുറച്ച് നേരം ഗാന്ധി പാർക്കിലിരുന്നു. ഓക്കെ, അങ്ങനെ ഹോപ്പ് യു ഗായ്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.